ഒരു വാഹനം, ഒരു കാർ അടക്കം ആ റോഡരികിൽ ഇത്തരത്തിൽ ആ ഉരുൾപൊട്ടൽ നശിച്ച ഒരു കാർ ഇപ്പോഴും അതുപോലെ കിടപ്പുണ്ട്. ആളുകളൊക്കെ തന്നെ വരുമ്പോൾ, രക്ഷാപ്രവർത്തകർ അടക്കം വരുമ്പോൾ, നമുക്കൊപ്പം വരുമ്പോൾ അവർ വാഹനത്തിലിരുന്ന് പറയുന്നുണ്ട്, ഇത് നമ്മൾ കഴിഞ്ഞ പുത്തുമല ദുരന്തത്തിൻ്റെ സമയത്ത് ഇവിടെ വന്നിരുന്നു, അപ്പോൾ ഉണ്ടായിരുന്ന അതേ വാഹനമാണ്. അന്ന് ഈ മേഖല, ഈ ചൂരൽമല അടക്കമുള്ള മേഖലയിലും ഉരുൾപൊട്ടേണ്ടതായിരുന്നു. പക്ഷേ അന്ന് അവർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഒരിക്കൽ പോലും ഇത്തരം ഒരു അപകടം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു പോലുമില്ല. ഈ പുത്തുമല കഴിഞ്ഞ് പിന്നീട് ഏതാണ്ട് 2 കിലോമീറ്ററോളം കടന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന മേഖലയുള്ളത്. ഇനി അങ്ങോട്ടേക്ക് ഈ മുണ്ടക്കൈ അടക്കമുള്ള ചില മേഖലകളാണ്. അതിന് അപ്പുറം ഈ വനമേഖലയാണ്. സ്വാഭാവികമായും എല്ലാ കാലത്തും ഈ ഉരുൾപൊട്ടുന്ന ഒരു ആശങ്കയിലാണ്, അത്തരമൊരു ഭീതിയിലാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പുത്തുമലയ്ക്ക് പിന്നാലെ ഈ ചൂരൽമലയും പൊട്ടി ഇത്തരത്തിൽ ഈ ഒരു ദുരന്ത ഭൂമിയായിരിക്കുന്നത്. സ്വാഭാവികമായും ആളുകളൊക്കെ തന്നെ എങ്ങനെയായിരിക്കും ഇനി ഈ മേഖലയിൽ ആളുകൾ പുനരധിവസിപ്പിക്കുക, ആളുകൾ എങ്ങനെയാണ് ഈ മേഖലയ്ക്ക് തിരിച്ചു വരിക, അവരുടെ സ്വത്തുക്കൾ, അവരുടെ വീടുകൾ, ഇതെല്ലാം തന്നെ തിരിച്ചെടുക്കാൻ അവർ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരിക എന്നുള്ളതും വലിയൊരു ചോദ്യം തന്നെയാണ്. സംശയമില്ല. നമുക്ക് തൊട്ടടുത്ത് ഒരു കടയുണ്ട്, ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, ഫോട്ടോസ്റ്റാറ്റ്, കളർ ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ. സ്വാഭാവികമായും ഈ നാടിൻ്റെ ചൂരൽമലയുടെ ഫോട്ടോസ്റ്റാറ്റ് പോലും എടുക്കാനില്ലാത്ത വിധത്തിൽ കളർ പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ നിറം കെടുത്തുന്ന തരത്തിലുള്ള ഒന്നാണ് ഇന്നലെ ഉണ്ടായത്. വൈദ്യുതി ഇല്ലെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുമെന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വൈദ്യുതി ഇല്ല. പക്ഷേ എന്നാൽ പോലും ആ വൈദ്യുതി ഇല്ലെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളെ ആകെ തകർത്തുകൊണ്ടുള്ള ഒരു മലമറിഞ്ഞു വന്ന സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഈ നാടിൻ്റെ തന്നെ നിറം കെട്ട ഒരു സാഹചര്യം, ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലും ഇല്ലാത്ത വിധത്തിൽ നാടിൻ്റെ പണ്ട് എങ്ങനെയായിരുന്നു, നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ ഈ പുനരധിവാസം, എങ്ങനെ ഈ നാടിൻ്റെ ഒരു വീണ്ടെടുപ്പ് എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഇടുക്കിയിൽ പ്രളയ സമയത്ത് കണ്ടതാണ്, പുത്തുമലയിൽ കണ്ടതാണ്. പലയിടങ്ങളിലും മുൻകാല ദുരന്തങ്ങളുടെ ബാക്കി പത്രമായി നമ്മൾ നോക്കുമ്പോൾ ആ നാടിൻ്റെയൊക്കെ വീണ്ടെടുപ്പ് അത് പഴയതുപോലെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മൺതിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ബാഗ് വീടിനകത്തുണ്ടായിരുന്ന ആരുടെയോ ബാഗാണ്. ആ ബാഗിനകത്ത് ഒരു പക്ഷേ അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ പലതും ഉണ്ടാകും, അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായും അവരുടെ ജീവിതത്തിൻ്റെ പല രേഖകളും അതിനകത്തുണ്ടാകും. പക്ഷേ ആ രേഖകളെല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി അവർ മാറിയിരിക്കുന്നു ഞൊടിയിട കൊണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം അത് കുത്തിയൊലിച്ചു വന്നിട്ട് അതിന്റെ കാണാനാകുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള മഴയാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ ഉരുൾ പൊട്ടിയൊലിച്ച വന്ന സ്ഥലത്താണ്. ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി 24 മണിക്കൂർ പിന്നിടുകയാണ്. 4 മണിയോടെയാണ് ചൂരൽമലയിലേക്ക് ഈ മലവെള്ളം പൂർണ്ണമായും ഒലിച്ച് എത്തിയത്. പ്രേക്ഷകർ ഉൾപ്പെടെ നിങ്ങളോട് പറയുന്നുണ്ട്, ഈ സമയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് സുരക്ഷിതമായി തന്നെ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ 2 നായകളെ കൂടെ കാണാം. ഉടമസ്ഥരെ തേടുന്നവരാണെന്ന് അമീനും അർജുനും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ആ നായകൾക്ക് കൊടുക്കുവാണെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യം, തീറ്റ കൊടുത്തിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവരുടെ ഉടമസ്ഥർ എവിടെയാണ് എന്ന് പോലും അറിയില്ല, അവരെ തേടി നടക്കുകയാണ്. നമ്മുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അർജുൻ ബിസ്ക്കറ്റ് കരുതിയിട്ടുണ്ട്. നായ അത് കഴിക്കാൻ അർജുൻ ബിസ്ക്കറ്റ് കരുതിയിട്ടുണ്ട്. പക്ഷേ ആ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ആ നായ എന്നുള്ളതാണ്. ആ ബിസ്ക്കറ്റ് കൊടുത്തിട്ടും അത് കഴിക്കാതെ മുഖം തിരിഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ് കാണാനാകുന്നത്. ഒന്നുകിൽ അത് വിശപ്പില്ലാഞ്ഞിട്ടാകും, അല്ലെങ്കിൽ അത് വേദന തന്നതിൻ്റെ വിശപ്പ് അറിയാത്ത ഒരു സാഹചര്യവും കൂടിയായിരിക്കാം. അതെ, വിശപ്പൊന്നുമല്ല ഈ നായകളുടെ പ്രശ്നം. ഒരു പക്ഷേ ഇത് രാവിലെ മുതൽ ഈ 2 നായകളും ഇവിടെ ഉണ്ടാകാം. വലിയ തിരക്കായിരുന്നു, രക്ഷാപ്രവർത്തകരോടൊക്കെ തന്നെ വലിയ തിരക്കായിരുന്നു ഈ മേഖലയിൽ ആകെ ഉണ്ടായിരുന്നത് പിന്നിൽ. അപ്പോഴൊന്നും തന്നെ ആരും ഈ നായകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവരൊക്കെ തന്നെ പോയി കഴിയുമ്പോൾ ഈ നായകൾ മാത്രം ബാക്കിയാവുന്ന അത് വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഒരു പക്ഷേ ഈ പുഴയുടെ അക്കരയിലേക്ക് അവർ ഈ പാലം വഴി യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നുണ്ടാവാം. ആ പാലം അവർക്ക് ഇല്ലാതായിട്ടുണ്ട്, അവരുടെ ഉറ്റവർ അവർക്ക് ഇല്ലാതായിട്ടുണ്ട്. ആരൊക്കെയാണ് ഇപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് പോലും ആർക്കും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പട്ടികൾ പോലും, ഈ നായകൾ പോലും ഇത്തരത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഈ ചാറ്റൽ മഴയിലും ഈ രാത്രിയിലും 24 മണിക്കൂർ പിന്നിടുന്ന ഈ ഒരു സമയത്ത് പോലും ഈ 2 നായകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഞാനും അല്ലമീനും ഒക്കെ തന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ നായകൾ പ്രതീക്ഷയോടുകൂടി അവരുടെ ഉറ്റവരെയും കൊണ്ടാണ് നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ ഉറ്റവരാണ് വരുന്നത് എന്ന പ്രതീക്ഷയിൽ ഓടി എത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും, അതിൻ്റെ വിശപ്പൊന്നുമല്ല അതിൻ്റെ പ്രശ്നം, അവർ ആരെയോ തിരയുകയാണെന്നുള്ളത് വ്യക്തമാണ്. ഇതാണ് ഈ പുഴ, കുത്തിയൊലിച്ച് പോയ പുഴയോട് ചേർന്നാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ഈ
മേഖലയിൽ കൂടിയാണ് നേരത്തെ ഈ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. നിരവധി മൃതദേഹങ്ങൾ രാത്രി 11:30 വരെ ഏതാണ്ട് മൃതദേഹങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. അത് ഇത്തരത്തിൽ കയർ വലിച്ചു കെട്ടിക്കൊണ്ട് JCB അടക്കം സഹായത്തോടുകൂടി ഇരു കരകളിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിന്നുകൊണ്ട് അത്തരത്തിലാണ് ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ അടിയന്തരമായി സൈന്യം ഈ പാലം പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും രക്ഷാപ്രവർത്തനം കുറച്ചും കൂടി എളുപ്പമാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തി മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ കഴിയുകയുള്ളൂ. അവിടെ കൂടുതൽ വാഹനങ്ങളും JCB ഒക്കെ തന്നെ എത്തിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു പ്രവൃത്തിയായിരിക്കും രാവിലെ തുടങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും ഈ നഷ്ടപ്പെട്ട ചൂരൽമല അത് പഴയ പോലെ തിരിച്ചു പിടിക്കുക അസാധ്യം എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല ഇതൊരു ചൂരൽമല മാത്രമാണ്, ഇതിനപ്പുറത്ത് മുണ്ടക്കൈയുണ്ട്, അത്തരത്തിൽ നിരവധി മേഖലകളുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രശ്നം ബാധിക്കുന്ന മേഖലയാണ്. അവിടെ എത്രത്തോളം ഭീകരമായിരിക്കും എന്ന കാര്യവും സംശയമാണ്, അല്ലേ മീൻ? അതൊരു പക്ഷേ ഇവിടെ കണ്ടതിനേക്കാൾ അതിഭീകരമായിരിക്കും, അതിദാരുണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ പ്രഭവസ്ഥാനവും അത് കടന്നു വന്നതും അതുവഴി ആയതുകൊണ്ട് സ്വാഭാവികമായും ഇതിനേക്കാൾ വലിയ ഭീകരതയായിരിക്കും അവിടെ കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നാളെ രക്ഷാപ്രവർത്തകർ, സൈന്യം, NDRF സംഘമൊക്കെ അങ്ങോട്ട് കടക്കും. അതിന് താൽക്കാലിക പാലമൊക്കെ നിർമ്മിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമായി NDRFിൻ്റെയും സൈന്യത്തിൻ്റെ സംഘവുമൊക്കെ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടു സൈനിക അംഗങ്ങൾ ഇവിടെ വന്ന് മടങ്ങുന്നൊരു കാഴ്ച. ഇവിടുത്തെ സാഹചര്യമൊക്കെ നോക്കി കമാൻഡന്റ് ടീമൊക്കെ വന്നു പോകുന്നൊരു കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുന്നുണ്ട്, പ്രദേശവാസികളായ ചിലർ തുടരുന്നുണ്ട്, രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകളിൽ പലരും ഇവിടെ തുടരുന്നുണ്ട്. നാളെ രാവിലെ തന്നെ ഏതായിരുന്നാലും ആ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാലാവസ്ഥ അനുകൂലം എന്ന് തന്നെ പറയാം രക്ഷാപ്രവർത്തനങ്ങൾക്ക്, നാളത്തെ ദൗത്യ നിർവഹണത്തിന്. കാരണം വലിയ മഴയില്ല, കനത്ത മഴയില്ല. മഴയുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ചാറ്റൽ മഴയുണ്ട്. പക്ഷേ വൃഷ്ടിപ്രദേശത്ത് ഒരു പക്ഷേ മഴയുണ്ടാകും. ഇപ്പോഴും കുത്തിയൊലിച്ച് കൂടെ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ജലനിരപ്പൊക്കെ രാവിലെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. ഈ നിലയിൽ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ രാവിലെ ഈ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ രക്ഷാപ്രവർത്തനവും ഇവിടുത്തെ ദൗത്യവും മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. ഇനി അതല്ല, കനത്ത മഴ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അതിനെ കൂടി അതിജയിച്ചു കൊണ്ടുവേണം, അതിനെ കൂടി മറികടന്നു കൊണ്ടുവേണം അധികൃതർക്ക്, ഈ പറയുന്ന ദൗത്യ സംഘങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട്.